ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കുറേ ദിവസമായിട്ടും എടുത്തു വെച്ചിട്ട് ഇത് എവിടെ പോയപ്പം നമ്മൾ കായംകുളത്ത് പോയിട്ട് തിരിച്ച് വന്ന കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഞാനിത് ഇടാൻ കുറച്ച് വൈകി പോയതാണ്. പിന്നെ ഇടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. എന്നാൽ ഇന്നത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെന്ന് നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടുന്ന് വന്നതിന് ശേഷം നല്ല ബാക്ക് പെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേന്ന് നടാൻ പറ്റിയില്ല. അതായത് ഞാനിങ്ങനെ പാത്രത്തിൽ ഇറക്കി, അതായത് ബക്കറ്റിനകത്ത് ഇറക്കി വെള്ളം ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു. കാരണം അത് വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഇത് അധികം ദിവസം ഇരുന്നാൽ അത് അഴുകി പോവുമല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും അഴുകി പോയൊന്നുമില്ല. അടിയിലത്തെ ആ ഒരു ഇലയൊക്കെ ഇങ്ങനെ അഴുകി ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ മാറ്റിയൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ചീരയുടെ കുറച്ച് ഞാൻ ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചീരയുടെ ആ നല്ല ഭാഗം മാത്രം മാറ്റിയതിന് ശേഷം അതിൻ്റെ കമ്പില്ലേ, കമ്പാണ് ഞാൻ നട്ട് വെക്കുന്നത്. കമ്പ് നട്ടാൽ മതി കേട്ടോ, നന്നായിട്ട് കിളിക്കും. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഞാനാണെങ്കിൽ അന്നേ കൊണ്ടുവന്ന് മാറ്റണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് ചീരയുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നടുവേദന കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുമായിരുന്നല്ലോ. ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എനിക്ക് നടുവേദനയൊക്കെ മാറി. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന്. എനിക്കിപ്പം കുഴപ്പമില്ല. ബാക്ക് പെയിൻ അങ്ങനെ ഇല്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ബാക്ക് പെയിനേ ഇല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, വെറുതെ എന്നല്ല, നമ്മളിങ്ങനെ ഒരുപാട് പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നിൽക്കുക നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു നടുവേദന വരുന്നത്. അപ്പം വലിയ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് റെസ്റ്റ് എടുക്കും, കിടക്കും. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഈ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നീർക്കെട്ടിൻ്റെയും വേദന വന്നുകൊണ്ടിരിക്കും. എനിക്ക് നീർക്കെട്ട് കൂടുതലായിട്ട് നിന്ന സമയത്ത് പിന്നെയും ഹെവി ആയിട്ട് പണികളൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു ഡിസ്കിന് പ്രോബ്ലം വന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ നീർക്കെട്ട് വരുന്ന ഭാഗത്ത് അവിടുത്തെ മസിൽസൊക്കെ വീക്കാവാൻ തുടങ്ങുമെന്നൊക്കെയാണ് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതോട്ട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജോലി ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ബാക്ക് പെയിനും ഈ ഡിസ്കിൻ്റെ പ്രോബ്ലവും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഒരുപാട് പേരും നമുക്ക് മെസ്സേജ് അയക്കുകയും ഇതൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടുമ്പോൾ തന്നെ എനിക്ക് തന്നെ അയ്യോ, ഇങ്ങനെ ഞാൻ അനുഭവിക്കുന്ന വേദന തന്നെ അധികമാണ്. ഇതോട്ട് ബാക്കിയുള്ളവർക്ക് ഇതേ വേദന തന്നെയാണല്ലോ അനുഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തന്നെ നോക്കണം. അത് വേറൊരാൾ വന്ന് നോക്കത്തേ ഇല്ല. ഇപ്പോൾ ഒരാൾ സഹായിക്കുവാണെങ്കിൽ 1-2 ദിവസം, അതിൽ കൂടുതൽ ആരും നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ അവർക്കൊരു മുഷിച്ചിലായിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയ പുണ്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കിടന്നു പോകല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒരു ബുദ്ധിമുട്ട് വന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ലയോ, അയ്യോ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഞാനിതൊട്ട് എനിക്കൊരു 4-5 ദിവസം ബെഡ് റെസ്റ്റ് എനിക്ക് ഇതിന് മുന്നേ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ കൂടി ആ സമയത്തുള്ള ബെഡ് റെസ്റ്റിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് വന്നപ്പം വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന് മുന്നേ വീട്ടിലൊക്കെ ആളുള്ള സമയത്ത് തന്നെ ഒരു 4-5 ദിവസം മാത്രമാണ് ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തത്. പക്ഷേ ഞാൻ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, അവർക്കുണ്ടാകുന്ന ഒരു മുഷിച്ചിലൊക്കെ ഇല്ലേ, അത് നമുക്കത് കാണേണ്ടിയൊക്കെ വരുവാണെങ്കിൽ അത് ഭയങ്കര വേദന തന്നെയാണ്. നമുക്കത് അയ്യോ നമ്മളെങ്ങനെ എഴുന്നേറ്റങ്ങ് നടന്നാലോ അല്ലെങ്കിൽ ജോലി ചെയ്താലോ എന്ന് തോന്നുന്നൊരു നിമിഷമായിരിക്കും. പക്ഷെ നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്കത് അങ്ങനെ നമുക്ക് എടുത്തേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ. എന്നാലും നമ്മൾ ഭയങ്കര ടെൻഷൻ അനുഭവിക്കും കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് അതിനുശേഷം എനിക്ക് പേടിയാണ് ഇങ്ങനെ ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് കേൾക്കുമ്പോൾ പേടിയാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് ഇഷ്ടമല്ല. ഒരു കാര്യത്തിനും ഇന്ന ആളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ തുടങ്ങിയതും. അതിൻ്റെ പിറകിൽ ഒരുപാട് കഥകളുണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വട്ടം പറയാം കേട്ടോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ആഗ്രഹങ്ങൾ, പിന്നെ എൻ്റെ സ്വപ്നങ്ങൾ, പിന്നെ വാശി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങണം എന്നെനിക്ക് ആ ഒരു
തോന്നൽ അങ്ങനെ തുടങ്ങിയതാണ്. അതെന്തായാലും ഇത്രത്തോളമൊക്കെ എത്തി. അതൊന്ന് സക്സസ് ആവണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ചെടികളൊക്കെ ഒരുവിധം ഒരു സൈഡിലൊക്കെ നട്ടു. പിന്നെ അവിടെയൊക്കെ പുല്ലേറി കിടക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഇതാ ഒന്ന് പറിച്ചൊക്കെ കളയാണ്. കുഞ്ഞ് നിൽക്കാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് നടുവേദന കുറഞ്ഞതേ ഉള്ളായിരുന്നു, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലായിരുന്നു. അവിടുന്ന് വന്നപ്പോഴും ഞാനൊരു തുളസി തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണ തുളസി ഉണ്ടല്ലോ, മറ്റേ ഡാർക്ക് കളറ് തണ്ടൊക്കെ ഉള്ളത്. ഇവിടെ നിൽക്കുന്ന വെള്ള പോലെ എനിക്ക് തോന്നി, പക്ഷെ ഇവിടെ നിൽക്കുന്നതും സെയിം ആണെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്നിച്ച് വളർന്നു വരുമ്പം കളർ ചേഞ്ച് ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ തുളസി തൈയൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെടികളും പൂക്കളും അങ്ങനെ ഒരുപാട് അവിടെ നിന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോന്നൊക്കെ നട്ട് വെക്കുകയാണ്. ഇത് നമ്മൾ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ അതിനു വേണ്ടി ഒന്നും വെക്കാനും പറ്റത്തില്ല. അതൊക്കെയാണ് ഒരു സങ്കടം. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നിൽക്കുന്നിടത്തോളം നല്ല രീതിയിൽ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ വൈഗ രേഷുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ